ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മുടെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ വേക്കൻസിയിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതായത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 40,043 പേരാണ് അർഹതരായിട്ടുള്ളത്. അവരെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എക്സാം എങ്ങനെയായിരുന്നു? ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരുന്നു എക്സാം നടന്നിരുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ എത്രയാണ്? 446/2023. ആ കാറ്റഗറി പ്രകാരം പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 40,043 പേരാണ്. ഇത് വരുന്നത്, ഈ ജോബ് ടൈറ്റിൽ എന്തായിരുന്നു? അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടറിലാണ്? പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ പറയുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 446/2023. ഇതിൻ്റെ വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. സോ ഡിസ്ട്രിക്ട് വൈഡ് ആയിരുന്നു എക്സാം നടന്നിരുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ജില്ലയിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എത്രയായിരുന്നു അവിടുത്തെ കട്ട് ഓഫ്, ഇനി എത്രയാണ് അവിടുത്തെ വേക്കൻസീസ് എന്ന് നമുക്ക് നോക്കാം. അതിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം, അതിൽ ജില്ല, ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, കട്ട് ഓഫ് മാർക്ക്, ഒഴിവ്, ആ രീതിയിലാണുള്ളത്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ 10,018 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 72.4 ആയിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. അടുത്തത് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ 10,006 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 64.16 ആണ്. എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് എത്ര ആൾക്കാരാണ് അർഹത ലിസ്റ്റിൽ പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? 10,015 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 63.86. ഇനി കണ്ണൂർ ജില്ലയിലാണെങ്കിലോ 14,004 പേരാണ് കണ്ണൂർ ജില്ലയിൽ അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 65.38 ആണ്. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. മൊത്തം 40,043 പേരാണ് ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ വേക്കൻസീസോ 7 വേക്കൻസീസാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ പഠിക്കണം. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. മെയിൻസിൻ്റെ എക്സാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നോക്കിക്കോ, പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ കാറ്റഗറി നമ്പർ 446/2023 തസ്തികയുടെ മുഖ്യ പരീക്ഷയുടെ വിശദമായ സിലബസാണിത്. അപ്പോൾ നോക്കിക്കോളൂ, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന സെഷനിൽ സബ് ഡിവൈഡ് ചെയ്ത് ചരിത്രത്തിന് 5 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ഇതുൾപ്പെടുത്തി 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരുന്നത്, ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം എന്ന സെഷനിൽ നിന്ന് വരുന്നത്. ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന, അതിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ നിന്നും 10 മാർക്ക്. അങ്ങനെ 1 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമുള്ള 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുക. അപ്പം നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. കാരണം ഈ വേക്കൻസീസ് വളരെ കുറവാണ്. അർഹതരുടെ ലിസ്റ്റ് കണ്ടല്ലോ, 40,043 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പറ്റ് ചെയ്യേണ്ടത് എത്ര ആളോടാണ്? 40,042 പേരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. കാരണം ഓരോ ജില്ലയിലും 10,000-ന് മേലെ ആൾക്കാർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാത് ജില്ലയിൽ ഇത് ഡിസ്ട്രിക്ട് വൈഡ് ആണല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിരിക്കും. കാരണം എറണാകുളം ജില്ലയിലാണെങ്കിൽ 10,000-ന് മേലെയാണ്,
തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും 10,000 മേലെയാണ്. അതുപോലെ കണ്ണൂരാണെങ്കിലും എത്രയാണ്? 10,000 മേലെയാണ്. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് വൈഡ് ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിരിക്കും. നിങ്ങളപ്പോൾ നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈറ്റ് എക്സാം ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ആൾക്കാരോട് മത്സരിച്ച് വേണം ഈ ഒരു വിജയം കൈവരിക്കാൻ. അപ്പോൾ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഒരു സമയം പോലും പാഴാക്കാതെ നല്ല രീതിക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിജയം നിങ്ങളെ കൈകളിലുണ്ടാവും. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.